ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് സോൾവ് ആക്കാൻ വേണ്ടി മൂന്നാമത് ഒരാളെ ചിലർ ഇടപെടുത്തും. മൂന്നാമത് ഒരാൾ വന്നിട്ട് മൂന്നാമത്തവൻ വന്നിട്ട് ഈ വിഷയം സിമ്പിളായിട്ട് സോൾവ് ആക്കും. അത് സോൾവ് ആക്കി കഴിഞ്ഞിട്ട് അങ്ങനെ സോൾവ് ആക്കുമ്പോൾ അതിലൊരു വിഷയമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കിയിട്ടല്ല സോൾവ് ആകുന്നത്. അത് മൂന്നാമത്തെ വന്ന ആളെ വർത്താനം സംസാരം കേട്ടിട്ട് അതിലങ്ങോട്ട് സോൾവ് ആയി പോകണം. അപ്പോഴും ഇവർ മനസ്സിലായി ഈഗോ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് ഇവർ തമ്മിൽ സംസാരിച്ചത് സോൾവ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി അതല്ല, ഇനി മൂന്നാമത്തെ സോൾവ് ആക്കി പോവുകയാണെന്ന് വിചാരിച്ചത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇവർ പിന്നെയും എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഉണ്ടല്ലോ, നാലാമതൊരാൾ കാണും. ഈ മൂന്നാമത്തവനല്ലാണ്ട് നാലാമതൊരാൾ കാണുമ്പോൾ ഈ മൂന്നാമത്തവൻ എന്ന് പറയും അവർക്ക് തന്നെ പ്രശ്നം, ഇതിന് മുമ്പും ഒരു വിഷയം ഉണ്ടായിരുന്നു, ഞാൻ സോൾവ് ആക്കിയെന്ന്. നാലാമത്തവൻ അഞ്ചാമത്തവനോട് പറയും 6ആവും 7ആവും 8ആവും, അങ്ങനെ നാട്ടിൽ മൊത്തം പാട്ടാവും. അപ്പം അതിനും ബെറ്ററായിട്ട് എനിക്ക് തോന്നണത് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരുവിധം വിഷയങ്ങളാണെങ്കിൽ അവർ സോൾവ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഒരു മൂന്നാമതൊരാളെ അറിയിക്കാതെ, അത്രയും പ്രശ്നങ്ങളുള്ള ആൾക്കാരെ മാത്രം മൂന്നാമതൊരാളെ അറിയിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മളെ മനസ്സിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കുക. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ തന്നെ കുറേ വിഷമങ്ങൾ തീരും, പ്രശ്നങ്ങൾ കുറേ ഒന്നുകൂടെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടാണ്.